കേബേജും മുരിങ്ങാച്ചപ്പും തോരൻ വെക്കാം. അതിന് വേണ്ടുന്ന ഇത് മുരിങ്ങാച്ചപ്പ്, കേബേജ്, പിന്നെ കുറച്ച് ഇത് ഉഴുന്ന് പരിപ്പ് ഞാൻ കഴുകി ഉണക്കിയതാണ്. പിന്നെ തേങ്ങ, വെളിച്ചെണ്ണ, ഉള്ളി മുറിച്ചിട്ട് കഴിഞ്ഞ് ഇനി ഇത് മുറിച്ചിടണം. ഇത് മുറിച്ചിട്ടാൽ നല്ല ഉപ്പേരിയാക്കിയാൽ അതിനൊരു ഇതുണ്ട്. ആദ്യം കൈ നനക്കുക, ട്രിക്ക് ഉണ്ട്. അത് കൈ നനക്കുക. കൈ നനച്ചിട്ട് ഇത് പിടിക്കുക. അപ്പോൾ ഒട്ടി നിൽക്കും. അപ്പോൾ മുറിച്ചിടാൻ വേണ്ടിയിട്ട് ഈസിയാണ്. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ ഇത് വറുത്താൽ നല്ല ഇതായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറ്റി പിടിക്കും. കണ്ട, ഇങ്ങനെ കൈ നനച്ചിട്ട് ആക്കിയാൽ നല്ല ഇതായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ വെതറി നിൽക്കും. ഇനി ഇതെല്ലാം മുറിച്ച് മിക്സാക്കി കഴുകി ഇനി ഉള്ളി ഇടുക. ഉള്ളി ഇട്ട് തേങ്ങയിട്ട് ഉപ്പ്, മഞ്ഞൾ, മുളക്. പച്ചമുളക് ഇടുന്നുണ്ടെങ്കിൽ മുളക് വേണ്ട. നല്ലോണം മിക്സ് ചെയ്യുക. എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടുക. കടുക് പൊട്ടി കഴിഞ്ഞ് ഉഴുന്ന് പരിപ്പിടുക. ഇതിങ്ങനെ അധികം കരിഞ്ഞൊന്നും പോകുന്നു. ചുവന്ന് വരുമ്പോൾ കേബേജ് ഇടുക. നല്ലോണം ഇളക്കുക. ഇളക്കിയതിന് ശേഷം മൂടിയിട്ട് 5 മിനിറ്റ് വേവുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല അമർന്ന് ഏകദേശം വെന്ത് ഒന്ന് വെന്തിനോ അല്ല ഉപ്പുണ്ടോ നോക്കിയതാണ്. ഇല്ലെങ്കിൽ ഉപ്പിടണേന് ഇല്ല. 5 മിനിറ്റ് കൂടി വെച്ചാലേ മതി. നല്ലോണം അടച്ചിട്ട് സിമ്മിലാക്കിയിട്ട് മൂടി വെക്കുക. അതും 5 മിനിറ്റിന്. തുറന്ന് നല്ലോണം ഇളക്കുക. വെന്തിടാൻ വെക്കുക. സൂപ്പർ. ഇത് ഓഫാക്കുക. മുരിങ്ങാച്ചപ്പും കേബേജ് പോലെ റെഡി.